السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين والعاقبة للمتقين ولا عدوان إلا على الظالمين. أصلي وأسلم على رسوله النبي الكريم وعلى آله وصحبه أجمعين، أما بعد. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ولو ترى إذ المجرمون ناكسوا رؤوسهم عند ربهم ولو ترى إذ المجرمون ناكسوا رؤوسهم عند ربهم ربنا أبصرنا وسمعنا فارجعنا نعمل صالحا إنا موقنون. സ്നേഹബഹുമാനം നിറഞ്ഞ പ്രിയമുള്ള കാരണന്മാരെ, സഹോദരി സഹോദരന്മാരെ, ഈ വെളുത്തൂരിന്റെ പറളിപ്പടിയിലുള്ള ഇതരമത ആദർശ സഹോദരങ്ങളെ, സുഹൃത്തുക്കളെ, അൽഹംദുലില്ലാഹ് നമ്മുടെ മസ്ജിദിന്റെ ഉദ്ഘാടനം നിർവഹിക്കപ്പെടുമ്പോൾ ആ പള്ളിയുമായി ബന്ധപ്പെട്ട് അതിൻ്റെ പരിപാലനവുമായി ബന്ധപ്പെട്ട് ആധുനിക വർത്തമാന സാഹചര്യങ്ങളിൽ എങ്ങനെ ഒരു പള്ളി മാതൃകയാകണമെന്നുള്ളതിനെ സംബന്ധിച്ച് ശ്രദ്ധേയമായ സംസാരങ്ങൾ നമ്മൾ ശ്രവിച്ചു വരാം. എനിക്ക് നിങ്ങളുടെ മുമ്പാകെ അവതരിപ്പിക്കാനുള്ളത് നമ്മളുടെ വ്യക്തി ജീവിതത്തിലേക്കുള്ള തസ്കിയത്തിന്റെ ചില മേഖലകളിലാണ്. പ്രിയമുള്ളവരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല കനിഞ്ഞരുളി തന്നിട്ടുള്ള ആയുസ് വളരെ നിസ്സാരമാണ്, നൈമിഷികമാണ്, ഏത് സമയവും നമ്മിൽ നിന്ന് കൊഴിഞ്ഞു പോകാവുന്നതാണ്. ഏത് സമയത്ത് അള്ളാഹുവിന്റെ അലംഘനീയമായ വിളിക്കുത്തരം നൽകി ലോകത്തോട് വിട പറയേണ്ടി വരുമെന്ന് എനിക്കോ നിങ്ങൾക്കോ അറിയാൻ സാധ്യമല്ല. ഒരുപക്ഷെ ഇന്നിന്റെ ഇഷാജമാഅത്തും കഴിഞ്ഞ് ഈ പ്രോഗ്രാമും കഴിഞ്ഞ് വീട്ടിലേക്ക് മടങ്ങുമ്പോൾ നാളെയുടെ സുബഹിക്ക് നമ്മളിൽ എത്ര പേരെന്ന് പറയാൻ ആർക്കും കഴിയില്ല. പ്രിയമുള്ളവർ, എന്ന് ലോകത്തോട് വിട പറഞ്ഞാലും നമ്മളുടെ കയ്യിൽ എന്തുണ്ട് എന്ന് ഒന്ന് വിലയിരുത്തപ്പെടാൻ, നമ്മളുടെ കയ്യിലെ സമ്പാദ്യങ്ങളെ നമുക്കൊന്ന് വളർത്തിക്കൊണ്ടുവരുവാനാണ് ഇതുപോലുള്ള മസ്ജിദുകളുടെ സ്വാധീനം നമ്മളുടെ നാടുകളിലൂടെ കടന്നു വരുന്നത്. നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ? ഈ 2024 അതിന്റെ ഈ ഡിസംബറിന്റെ അവസാന ഭാഗത്തിലൂടെ നമ്മൾ നീങ്ങുമ്പോൾ ഈ ദിവസങ്ങളിലാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ കൊണ്ടുപോകുന്നതെങ്കിൽ എൻ്റെ അവസ്ഥ എന്താണ്? എൻ്റെ നന്മയുടെ അവസ്ഥകൾ എന്താണ്? എൻ്റെ കയ്യിലുള്ള പുണ്യങ്ങൾ എത്രയാണ് അറിയില്ല. നമ്മൾ ഓടിയതിന് മുഴുവനും നമ്മൾ അവകാശികളല്ലാതായി തീരുന്ന, നമ്മുടേതെന്ന് നമ്മൾ അവകാശപ്പെടുന്നത് മുഴുവനും നമ്മുടേതല്ലാതായി തീരുന്ന വല്ലാത്ത പ്രതിഭാസമാണ് മരണമെന്ന് പറയുന്നത്. നമ്മളുടെ പേരിന് പോലും അഡ്രസ് ഇല്ല. പ്രിയമുള്ളവരെ, ഒരുപക്ഷെ ഇവിടെ നിന്ന് അടുത്തൊരു നാട്ടുകാരനാണ് ഞാനും. എൻ്റെ വീട്ടിൽ നിന്ന് ഇങ്ങോട്ട് യാത്ര തിരിച്ച് ഈ പ്രോഗ്രാം കഴിഞ്ഞ് തിരിച്ചു പോകുന്നതിനിടയിൽ എൻ്റെ വീട്ടിൽ നിന്ന് എൻ്റെ ഫോണിലേക്ക് വിളിച്ച് ഞാൻ ഫോൺ എടുക്കുന്നില്ലെങ്കിൽ സ്വാഭാവികമായും ഞാനുമായി ബന്ധപ്പെട്ട ഒരാളെ വിളിച്ചാൽ ചോദിക്കുന്നത് ഷാഫി എവിടെയാണ് എന്നായിരിക്കും. പക്ഷേ അതിനുള്ള മറുപടി എൻ്റെ ജീവിതകാലത്തിൽ പറയുന്നവർക്ക് സംസാരിക്കുന്നുണ്ട്, അല്ലെങ്കിൽ എൻ്റെ സ്ഥലത്താണെന്ന് പറയാം. ഇതിനിടയിൽ അല്ലാഹു എനിക്കൊരു മരണം തന്നാൽ എൻ്റെ പേരിന് അഡ്രസ് ഇല്ല. പിന്നെ വിളിക്കുന്നവരാരും എൻ്റെ പേര് വിളിക്കില്ല. മയ്യത്ത് എവിടെയാണ്, ഏത് ഹോസ്പിറ്റലിലാണ്, എപ്പോഴാ വരിക? പ്രിയമുള്ളവരെല്ലാം മാറിപ്പോയില്ലേ? ഞാൻ നിർമ്മിച്ച എൻ്റെ വീടിന് എൻ്റെ ഭാര്യ പറയില്ലേ, ആ മനുഷ്യൻ കഷ്ടപ്പെട്ട് പണിത വീടല്ലേ, ഒരു 2 ആഴ്ച കൂടെ കിടന്നോട്ടെ. അതിന് പുതിയ അവകാശികൾ വന്നു. നേരത്തോട് നേരമെത്തി മറവ് ചെയ്യാൻ ആരും വരുന്നില്ലെങ്കിൽ തൊട്ടടുത്ത പോലീസ് സ്റ്റേഷനിൽ വിവരം അറിയിക്കും. അത്രയേ ഉള്ളൂ. പ്രിയമുള്ളവരെ, നമ്മളുടെ കയ്യിൽ നേടിയ സമ്പാദ്യങ്ങൾ എന്തുണ്ടോ? അയ്യത്തുൽ മഖാബിർ, അല്ലയോ ഖബർസ്ഥാൻ, അല്ലയോ ഖബർസ്ഥാൻ. അവിടുത്തെ അന്തേവാസികളോടൊന്ന് സംസാരിച്ചു നോക്ക്. സമ്പന്നരെ, നിങ്ങളുടെ സമ്പത്ത് ഓഹരി വെക്കപ്പെട്ടിരിക്കുന്നു. അല്ലയോ ഭർത്താക്കന്മാരെ, നിങ്ങളുടെ ഭാര്യമാരെ മറ്റുള്ളവർ വിവാഹം കഴിച്ചിരിക്കുന്നു. നോക്ക് പ്രിയമുള്ളവരെ, അവരോട് സംസാരിക്കാൻ കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്താണ് നേടിയെടുത്തി എന്ന് ചോദിക്കാൻ
അവർക്ക് സംസാരിക്കാൻ കഴിയുമായിരുന്നെങ്കിൽ അവർ വിളിച്ചു പറയുമായിരുന്നു, ഞങ്ങൾ നേടിയെടുത്ത ആരാധനകളും ആർജിച്ചെടുത്ത തഖ്വയുമല്ലാതെ ഞങ്ങളുടെ കയ്യിലൊന്നുമില്ല എന്ന് അവർ വിളിച്ചു പറയുമായിരുന്നു. ആരാധനകളല്ലാതെ, നാം ചെയ്യുന്ന സമ്പാദ്യങ്ങളല്ലാതെ എല്ലാം ഇവിടെ നൊറ്റപ്പെടും, എല്ലാം വിട പറയും, യാത്ര പറയും വീട്ടിൽ നിന്ന്. അന്ന് അമല് ചെയ്യാത്തവർ ഖേദിച്ചു പറയും അല്ലാഹുവോട്, റബ്ബി ലൗലാ അഖർതനീ ഇലാ അജലിൻ ഖരീബ്, ഒരൽപസമയം കൂടെ ഞങ്ങൾക്കൊന്ന് തരുമോ അല്ലാഹ്, ഒരൽപസമയം കൂടെ ഞങ്ങൾക്കൊന്ന് തരുമോ അല്ലാഹ്, ഇതുവരെ ചെയ്യാതെ വിട്ടേച്ചു പോയ അമലുകളൊക്കെ ചെയ്തോളാമല്ലാ. അല്ലാഹു തആല മലക്കുകളോട് പറയും, കല്ലാ ഇന്നഹാ കലിമത്തുൻ ഹുവ ഖായിലുഹാ, വേണ്ടാട്ടോ, അവൻ വെറുതെ പറയുന്നൊരു വർത്തമാനം മാത്രമാണത്. വമിൻ വറാഇഹിം ബർസഖുൻ ഇലാ യൗമി യുബഅസൂൻ, അവന്റെ പിന്നിലുള്ളത് ബർസഖാണ്, ഖബറിന്റെ ജീവിതമാണ്, അവനെ മടക്കി വിടണ്ട എന്ന് അല്ലാഹു നിർദ്ദേശം കൊടുക്കുന്ന നിമിഷമാണ്. മരണം വരെ ഇങ്ങനെ ഓടി നടക്കും. മരിക്കണ നേരത്തെ ചോദിക്കും, പടച്ചോനെ അല്പസമയം തരോ? പ്രിയമുള്ളവരെ, അറിയില്ല കേട്ടോ, അറിയില്ല. അതുവരെയുള്ളവരാരുമില്ല, അത് ഒറ്റപ്പെടാൻ. റൂഹ് പിടിക്കുന്ന വേദനയിൽ ഏതോ ഒരു പ്രത്യേകമായ ദിശയിലേക്ക് കണ്ണുനട്ട് കണ്ണിലൂടെ ഒലിച്ചിറങ്ങുന്ന കണ്ണുനീര് പോലും സ്വന്തം കരങ്ങളെ കൊണ്ട് തുടക്കാൻ കഴിയാതെ നിസ്സഹായനായി കാത്തു കെട്ടിക്കിടക്കുമ്പോ, പ്രിയമുള്ളവരെ, കൂടെയുള്ളവരെ മുഴുവൻ ചുണ്ടിലേക്ക് വെള്ളം തൊട്ട് തരുമ്പോ അവരാരും അറിയാതെ നമ്മൾ മാത്രം അനുഭവിക്കുന്ന ലോകത്തിന്റെ വേദനയിൽ കയ്യിലൊന്നുമില്ല. അവിടെ കടന്നു വരുന്ന മലായിക്കത്തുകൾക്കനുസരിച്ചറിയാം റഹ്മത്തിന്റെ മലക്കുകളാണോ അദാബിന്റെ മലക്കുകളാണോ. ഒന്നും ചെയ്യാതെ ഈ ജീവിതം ഇങ്ങനെ തള്ളി നീക്കി അവസാനം പറയാം, അല്ലാഹുവേ ഒന്ന് മടക്കി തരാൻ അല്പസമയം തരുമെന്നാണ്. 60 കൊല്ലം ജീവിച്ചവനും 70 കൊല്ലം ജീവിച്ചവനും 90 പിന്നിട്ടവനും അള്ളാഹിനോട് ചോദിക്കുന്ന ഒരു വർഷമല്ല, ഒരു മനസ്സമല്ല, ഒരല്പസമയം ഞങ്ങൾക്കൊന്ന് തരുമോ? അവിടെ മാത്രമല്ല കേട്ടോ, സൂറത്ത് മുനാഫിഖൂനിന്റെ അവസാനത്തിലും അല്ലാഹ് ഇത് ആവർത്തിക്കുന്നുണ്ട്. ഞങ്ങൾ നല്ല അമലുകളെ ചെയ്തോളാം അല്ലാഹ്, ഫഅസ്വദ്ദക വകും മിനസ് സാലിഹീൻ, ഞാൻ സാലിഹീങ്ങളിൽ പെട്ടവനായി കൊള്ളാമല്ലാ. പക്ഷെ മടക്കപ്പെടുകയാണ്, ലോകത്ത് നിന്ന് കൊണ്ടുപോവുകയാണ്. പ്രിയമുള്ളവരെ, ഈ സമയം അല്ലാഹു ആയുസ്സിലൂടെ കനിഞ്ഞരുളി തന്ന ആയുസ്സാണെങ്കിൽ തിരിച്ചു വരാൻ അവസരമുണ്ടാവുകയില്ല. നോക്ക്, നിങ്ങൾ പരലോകത്തിലേക്ക് കടന്നു വരുമ്പോ മൃഗങ്ങളെ മുഴുവനും അല്ലാഹു മണ്ണാക്കി കളയുന്ന സന്ദർഭങ്ങളില് എല്ലാം ദുനിയാവിലൂടെ നിഷേധിച്ചു തള്ളിയ മനുഷ്യനാണെങ്കിൽ അവൻ പറയുന്നുണ്ട്, യാ ലൈതനീ കുന്തു തുറാബാ, ഞാനും ഒരു മണ്ണായിരുന്നെങ്കിൽ എന്ന് പറയുകയാണ്. നന്മ തിന്മകൾ രേഖപ്പെടുത്തിയ ഗ്രന്ഥങ്ങള് തിന്മ ചെയ്ത ആളുകളുടെ ഇടത് കൈയിലൂടെ കൊടുക്കപ്പെടുന്ന സാഹചര്യം കാണുമ്പോ, അതിന്റെ ഭയാനകതകൾ കാണുമ്പോ അവൻ വിലപിച്ചുകൊണ്ട് പറയുന്നുണ്ടിലും മൂത്ത കിതാബിയാ, എനിക്കത് കിട്ടാതിരുന്നെങ്കിലോ, എനിക്കതൊന്ന് ലഭിക്കാതിരുന്നെങ്കിലെന്ന് പറയുന്നുണ്ട്. എന്റെ പ്രിയമുള്ളവരെ, നരകത്തിന്റെ മുന്നിലൂടെ കൊണ്ടുവന്ന് നിർത്തുന്ന സാഹചര്യമുണ്ടല്ലോ. ജീവിതത്തിൽ നന്നാകണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് ഖുർആനിലെ ഈ 2 ആയത്തുകൾ തന്നെ ധാരാളമാ. സൂറത്ത് സജദ 12, 13, 14 ആയത്തുകളിലൂടെ കാണാം. വലൗ തറാ ഇതിൽ മുജ്രിമൂന നാകിസൂ റൂസിഹിം ഇൻദ റബ്ബിഹിം, വലൗ തറാ ഇതിൽ മുജ്രിമൂന, കുറ്റവാളികളായ ആളുകളെ നീ ഒന്ന് കണ്ടിരുന്നെങ്കിൽ, നാകിസൂ റൂസിഹിം, അവരുടെ തലകളെ അവർ കുത്തിപ്പിടിച്ചതായ അവസ്ഥകളിലോട്. പ്രിയമുള്ളവരെ, ദുനിയാവിൽ ഒരു കുറ്റവാളിയെ കൊണ്ടുവരുമ്പോ മിന്നിമായുന്ന മാധ്യമ പ്രവർത്തകരുടെ ക്യാമറകൾക്ക് മുമ്പിൽ തലകുനിക്കുന്ന പോലെയല്ല. അഗ്ലാലും ഫഹിയ ഇലൽ അദ്ഖാനി ഫഹും
സൂറത്ത് യാസീനിനോട് അല്ലാഹു പറയാണ്, പിരടി മുതൽ ഞെരിയാണി വരെ ചെങ്ങലകളാൽ ബന്ധിച്ചവരായ അവസ്ഥകളിലാണ് അവർ പറയുന്നുണ്ടല്ലോ, റബ്ബനാ അബ്സർനാ വസമിഅനാ, അല്ലാഹുവേ ഞങ്ങൾ കണ്ടു അല്ലാഹ്, സബാനിയത്തിന്റെ മലക്കിന്റെ കയറ്റവും ഇറക്കവും ഞങ്ങൾ കണ്ടു അല്ലാഹ്, കൊട്ടാരങ്ങളൊക്കെ തീപ്പൊരികൾ പാറുന്നത് കണ്ടിട്ടുണ്ടല്ലോ, നരകത്തിന്റെ ഭയവിഹ്വലമായ കാഴ്ചകളെ ഞങ്ങൾ കണ്ടുപോയവരാണ്, വസമിഅനാ, അതിന്റെ ഇരമ്പലും മട്ടഹാസവും അലർച്ചയും ഞങ്ങൾ കേട്ടുപോയവരാണ്, ഫർജിഅനാ നഅമൽ സ്വാലിഹാ, ഞങ്ങളെ ഒന്ന് മടക്കി തരികയാണെങ്കിൽ അല്ലാഹ് നല്ലതുപോലെ അമൽ ചെയ്തോളാം അല്ലാഹ്, സൽക്കർമ്മങ്ങളെ പ്രവർത്തിച്ചോളാം അല്ലാഹ്, ഇന്നഹ മൂഖിനൂൻ, തീർച്ചയായും ഞങ്ങൾ ദൃഢവിശ്വാസികളായി കൊള്ളാം അല്ലാഹ്, ഉറപ്പായും അല്ലാഹ്, ഉറപ്പായും അല്ലാഹ് എന്ന റബ്ബിനോട് കെഞ്ചി പറയുമ്പോ അല്ലാഹു പറയാ, നരകത്തെ നിറക്കുമെന്നുള്ളതെന്റെ വാഗ്ദത്തമാണെങ്കിൽ ഫദൂഖൂ ബിമാ നസീതു ലിഖാ യൗമികും ഹാദാ, ഫദൂഖൂ, ആകയാൽ നിങ്ങൾ ആസ്വദിച്ചോ, അനുഭവിച്ചോ, ബിമാ നസീതും ലിഖാ യൗമികും ഹാദാ, ഈ ദിവസത്തെ കണ്ടുമുട്ടുമെന്നുള്ളതിനെ നിങ്ങൾ മറന്നതല്ലയോ, അല്ലാഹുവിന്റെ മുമ്പിൽ പഞ്ചഭുജമടക്കി നിൽക്കേണ്ടി വരുമെന്ന് നാളിനെ നിങ്ങൾ മറന്നതല്ലയോ, അതുകൊണ്ട് അല്ലാഹു പറയുന്നുണ്ട്, ഇന്നാ നസീനാക്കും, ഇന്ന് നാം നിങ്ങളെയും മറന്നു കളയുന്നു എന്നാ. പ്രിയമുള്ളവരെ, ഇന്ന് ഈ ആയുസ്സിലൂടെ അമൽ ചെയ്യാൻ കഴിയാതെ, സൽക്രമങ്ങൾ ചെയ്യാതെ തിന്മകളുടെ വഴികളിലൂടെ ഓടി നടന്ന ആളുകളുണ്ടെങ്കിൽ ആ സമയത്തും ലഭിക്കുന്നു അല്ലാഹ്, ദുനിയാവിലേക്കൊന്ന് മടക്കി തരുമോ അല്ലാഹ്, ഏതുവരെ വിലാപങ്ങൾ തുടരുമെന്നറിയുമോ, അല്ലാഹുവിന്റെ ഏറ്റവും വലിയ ശിക്ഷയാകുന്ന നരകാഗ്നി അടച്ചു മൂടപ്പെട്ടതാണ്, അതിലേക്കുള്ള ആളുകളെ എറിയപ്പെടാനാണ് അതിന്റെ കമാനങ്ങൾ തുറക്കുന്നത് എന്നുണ്ടെങ്കിൽ, അടച്ചു മൂടപ്പെട്ട നരകത്തിന് മുമ്പിലോ ചങ്ങലകളാൽ മുഖം കുത്തി വലിച്ചതിന് മുമ്പിലൂടെ കൊണ്ടുവന്ന് നിർത്തുമ്പോ, അതിന്റെ കമാനങ്ങൾ തുറക്കപ്പെടുമ്പോ അടുത്ത നിമിഷം ഈ നരകത്തിലൂടെ വെന്തിരിയാനുള്ളവനാണെന്ന് ബോധ്യപ്പെടുമ്പോ അപ്പോഴും മനുഷ്യൻ പറയുന്നുണ്ടല്ലോ, ഒരൽപ്പ സമയമൊന്ന് തരുമോ അല്ലാഹ്. പ്രിയമുള്ളവരെ, അല്ലാഹു മടക്കി തരൂല. വല്ലാഹു ശദീദുൽ ഇഖാബ്, അല്ലാഹു കഠിനമായി ശിക്ഷിക്കുന്നവനാ, അല്ലാഹു കഠിനമായി ശിക്ഷിക്കുന്നവനാണ്. ഒരു വാക്ക് മറന്നു പോകരുത്, വറഹ്മതി ഗലബത് ഗലബി, എന്റെ കാരുണ്യമാണ് എന്റെ കോപത്തിനെ അതിജയിച്ചത് എന്നുള്ളതാണ്. അല്ലാഹു കാരുണ്യവാനായതുകൊണ്ടാണ് അത് നേരത്തെ നമ്മളോട് പറഞ്ഞു തന്നത്. അല്ലാഹു കാരുണ്യവാനായതുകൊണ്ടാണ് ഒരു വേദഗ്രന്ഥം നമ്മളിലേക്ക് അവതരിപ്പിച്ചു തന്നത്. അല്ലാഹു കാരുണ്യവാനായതുകൊണ്ടാണ് അത് പഠിപ്പിക്കാൻ ഒരു പ്രവാചകനെ തന്നത്. ജീവിതത്തിന്റെ ഇന്ന് വരെയുള്ള സമയങ്ങളിലൂടെ അള്ളാഹുവിനോട് തെറ്റ് ചെയ്തവരെ അവനോട് പറഞ്ഞാൽ അവൻ പൊറുത്തു തരാമെന്ന് പറഞ്ഞു. അവൻ തെറ്റേ ചെയ്തിട്ടില്ല എന്നുള്ള രൂപത്തിലൂടെ മായ്ച്ചു തരാമെന്ന് പറഞ്ഞു. പൊറുത്തു തരണേ എന്ന് റബ്ബിനോട് ചോദിച്ചതിന് കൂലി തരാമെന്ന് പറഞ്ഞു. ഓരോ ദിവസവും രാത്രിയുടെ അവസാന 1/3 സുബഹിന്റെ മുമ്പുള്ള സമയം അല്ലാഹു 1-ാം ആകാശത്തിലേക്ക് ഇറങ്ങി വരാമെന്ന് പറഞ്ഞു. എന്നോട് ചോദിച്ചോ ഉത്തരം നൽക, പൊറുക്കലിനെ തേടിക്കോ, മാപ്പ് തരാ എന്ന് പറഞ്ഞിട്ട് പോലും അല്ലാഹുവിനോട് ചോദിക്കാത്തവരെ വിലപിച്ചിട്ട് കാര്യമില്ല, അല്ലാഹു മടക്കി തരില്ല. ഇവിടെ ജീവിതത്തിൽ നമ്മൾ ഒറ്റപ്പെടൂലേ? അതിനു മുമ്പ് ഒന്ന് ശ്രദ്ധിക്കാൻ. നിങ്ങൾ നോക്ക്, കഠിനമായ വേദന കടിച്ചമർത്തുമ്പോ ആരാ ഏറ്റെടുക്കാനുള്ളത്? ആരാ സ്വാന്തനിപ്പിക്കാനുള്ളത്?
വേണ്ടടോ. ഇതാ ബലാചിത്തറാക്കിയ റൂഹ് വന്ന് തൊണ്ടക്കുടിയിലൂടെ കുരുങ്ങുമ്പോ ഈ ലോകത്തോട് വിട പറയാൻ ഒരുങ്ങുകയാണ്. ജീവിതത്തിന്റെ ദുനിയാവിന്റെ ജീവിതങ്ങൾ അവസാനിക്കുകയാ. അവന്റെ റൂഹ് വന്ന് തൊണ്ടക്കുടിയിലൂടെ കുരുങ്ങുമ്പോ ഇനി വൈദ്യം നടത്താൻ ആരുണ്ട്? ഇനി ചികിത്സ നടത്താൻ ആരുണ്ട്? അറ്റകൈ പ്രയോഗിക്കാൻ ആരുണ്ട്? എങ്ങനെയെങ്കിലും ജീവിതത്തിലേക്ക് മടങ്ങി വരാൻ ഒരു വഴിയുണ്ടോ എന്ന് ചിന്തിക്കുന്ന സാഹചര്യങ്ങളില്ലയോ? അവനിങ്ങനെ ചോദിക്കുന്നുണ്ട്. പക്ഷേ കഴിയണില്ല. വേദന മൂർധന്യാവസ്ഥയിലാണ്. അവന്റെ കണങ്കാലിനോട് കൂട്ടിപ്പിരിക്കപ്പെടുകയാണ്. വേദന സഹിക്കാൻ കഴിയണില്ല. ഇന്നതാണ് മരണത്തിന്റെ വേദന എന്ന് ഖുർആനിലോ ഹദീസുകളിലോ കാണാൻ സാധ്യമല്ല. പക്ഷെ ഉലമാക്കള് പറയാ, പച്ചയായ ശരീരങ്ങളിലൂടെ ആയിരം വരുന്ന കത്രികകളെ കൊണ്ട് വെട്ടിമുറിക്കുന്നതിനേക്കാളും വേദനയാ. അത് സഹിക്കാൻ കഴിയാതെ കണങ്കാലിനോട് കൂട്ടിപ്പിരിക്കപ്പെടുമ്പോ മടങ്ങുന്ന മടക്കമാണ്. ഇലാ റബ്ബിക യൗമഇദിനിൽ മസാഖ്. നിന്റെ രക്ഷിതാവിലേക്കാണ് നിന്നെ നയിക്കപ്പെടുന്നത് എന്ന റബ്ബിലേക്ക് മടങ്ങുകയാണ്. പ്രിയമുള്ളവരെ, ആ പരലോകത്തെ രക്ഷപ്പെടാ അടിസ്ഥാനപരമായി വേണേ ലാ ഇലാഹ ഇല്ലല്ലാഹ്. അവിടുന്ന് വിശുദ്ധ ഖുർആനിന്റെ 7-ാം അധ്യായത്തിന്റെ 37-ാമത്തെ ആയത്തില് അല്ലാഹ് പറയാ, ചില ആളുകളുടെ റൂഹുകളെ പിടിക്കുമ്പോ അല്ലാഹുവിന്റെ മലക്കുകൾ അവരോട് ചോദിക്കുമെന്നാണ്. ഹത്താ ഇദാ ജാഅതുഹും റുസുലുനാ യതവഫൗനഹു. നമ്മുടെ ദൂതന്മാർ അവരുടെ റൂഹ് പിടിക്കുന്ന സന്ദർഭങ്ങളില് ഖാലു, അവരെ ചോദിക്കുന്നു, ഐനമാ കുൻതും തദഊന മിൻ ദൂനില്ലാഹ്. അല്ലാഹു അല്ലാതെ നിങ്ങൾ ദുആ ചെയ്തിരുന്ന ആളുകളൊക്കെ എവിടെ പോയി? അല്ലാഹു അല്ലാതെ നിങ്ങൾ പ്രാർത്ഥിച്ചിരുന്ന ആളുകളൊക്കെ എവിടെ പോയി? ഖാലു, അവര് പറയുന്നതല്ലോ അന്നാ, അവരൊക്കെ ഞങ്ങളെ വിട്ടുപോയി. അല്ലാഹ് ഞങ്ങളൊക്കെ നിഷേധിച്ച് കളഞ്ഞല്ലോ എന്ന് സാക്ഷ്യം പറയുമെന്നാ. പ്രിയമുള്ളവരെ, എന്തിനാണ് വെളത്തൂരിന്റെ പറളിപ്പടിയിൽ ഒരു പള്ളി വന്നതെന്നറിയോ? വഅന്നൽ മസാജിദ ലില്ലാഹ് ഫലാ തദ്ഉ മഅല്ലാഹി അഹദാ. പള്ളികളെല്ലാം അല്ലാഹുവിനുള്ളതാണ്. അല്ലാഹുവിന്റെ കൂടെ മറ്റാരോടും നിങ്ങൾ ദുആ ചെയ്യല്ലേ എന്ന് പറയുമ്പോ മഹാനായ മുഹിയുദ്ദീൻ ശൈഖ് റഹ്മത്തുള്ളാഹി അലൈഹി പറയാണ്, നിന്റെ ഹൃദയവും നീ ഒരു പള്ളിയാക്കണേ. ഇജഅൽ ഖൽബക മസ്ജിദാ. നിന്റെ ഹൃദയത്തെ നീ ഒരു പള്ളിയാക്കിക്കോ. ഫലാ തദ്ഉ മഅല്ലാഹി അഹദാ. അല്ലാഹുവിന്റെ കൂടെ മറ്റാരോടും നിങ്ങൾ ദുആ ചെയ്യല്ലേ. പ്രിയമുള്ളവരെ, മരിക്കുന്ന നേരത്തെ പോലും ചോദ്യം അതാണ്. ഇനിയോ ഖബറിലേക്ക് കൊണ്ടുപോകുമ്പോ സ്വാലിഹീങ്ങളായ ആത്മാക്കൾ അവരിങ്ങനെ പറയുന്നുണ്ട്, ഖദ്ദിമൂനി ഖദ്ദിമൂനി, എന്നെ നിങ്ങളെ വേഗത്തിലൂടെ കൊണ്ടുപോകണേ. പക്ഷെ നരകാവകാശിയായ മനുഷ്യനുണ്ടല്ലോ, കരയുകയാണ്. യാ വൈലഹാ അയിന തദ്ഹബൂന ബിഹാ. ഇതിന്റെ നാശമേ, ഇതിന്റെ നാശമേ, ഇങ്ങോട്ടാ നിങ്ങളെ കൊണ്ടുപോകുന്നത് എന്ന് വിലപിക്കുമ്പോ വാപ്പാന്റെ മയ്യത്ത് ഷോൾഡറിലേറ്റിയ പൊന്നുമക്കളുണ്ടോ? വാപ്പാന്റെ നിലവിളി കേൾക്കാൻ സാധ്യമല്ല. കരയണ്ട വാപ്പാ, ഞാനില്ല കൂടെ എന്ന് പറയാൻ പോലും സാധ്യമല്ല. ഇനിയോ എന്റെ പ്രിയമുള്ളവര്, ഖബറിലൂടെ കൊണ്ടുപോയി അടക്കം ചെയ്യുമ്പോ ജീവിതത്തിലൂടെ കളവ് പറയാത്ത ലോകത്തിന്റെ മുത്ത് പറഞ്ഞു പോയി. ഇന്നലിൽ ഖബറിൽ ലഅത. ഖബർ വല്ലാതെ മനുഷ്യനെ ഇടുക്കി കളയുമെന്നാണ്. നമ്മത്തുൽ ഖബർ ഹഖാണ്. ഒരാളും അതിൽ നിന്ന് രക്ഷപ്പെടൂല. വലാ സബിയിൻ, ഒരു കുട്ടി പോലും രക്ഷപ്പെടൂല. പൊന്നുമ്മാന്റെ മയ്യത്ത് കൊണ്ടുപോയി ഇറക്കി വെക്കുമ്പോ പറയാൻ കഴിയില്ല, ഖബർ എന്റെ ഉമ്മാനെ ഇടുക്കല്ലേ
ഖബറേ എന്ന് പറയാൻ സാധ്യമല്ല. പ്രിയമുള്ളവരെ, ഇരുട്ടറയാകുന്ന ഖബറില് അള്ളാന്റെ അദാബുകൾ ഹക്കാണെങ്കിൽ ഏറ്റവും വലിയ മാരകമായ ശിക്ഷ ആർക്കാണെന്നറിയുമോ? ഒരു ഗോത്രത്തിന്റെ ഖബറുകൾക്ക് ചാരെ കടന്നു വരുന്ന ലോകത്തിന്റെ പ്രവാചകനാ സ്വഹാബത്തിനോട് ചോദിക്കുന്നു, സ്വഹാബാ, ഈ ഖബറിലൂടെ മറമാടപ്പെട്ട ആളുകൾ ആരാണെന്ന് നിങ്ങൾക്കറിയുമോ? അവർ പറഞ്ഞു, നബിയേ, മാതൂ ഫിൽ ഇശ്റാഖ്, ശിർക്ക് ചെയ്തതായ അവസ്ഥകളിലൂടെ വിട പറഞ്ഞവരാണ്. അള്ളാഹിനോട് പങ്കു ചേർത്ത് ലോകത്തോട് വിട പറഞ്ഞവരാണ്. അള്ളാന്റെ ഹബീബ് പറയാ, ലൗലാ അല്ലാ തദാഫനൂ ലദഅഉതുല്ലാഹ അൻ യുസ്മിഅകും മിൻ അദാബിൽ ഖബറിൽ ലദീ യസ്മഅ. നിങ്ങൾ പരസ്പരം മറമാടേണ്ട ആളുകളല്ലായിരുന്നുവെങ്കിൽ ഇപ്പോ ഈ ഖബറിൽ നടക്കുന്ന മാരകമായ അദാബിന്റെ ഞാൻ കേട്ടുപോയ ശബ്ദമില്ലയോ, നിങ്ങൾക്കൊന്ന് കേൾപ്പിച്ചു തരാ. ഞാൻ അല്ലാഹുവിനോട് ദുആ ചെയ്യുമായിരുന്നു എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഖബറിലെ അദാബെങ്ങാനും മനുഷ്യന് കേൾക്കാൻ സാധ്യമായ തന്റെ സഹോദരന്റെ ജനാദ ഖബറിലൂടെ ഇറക്കി വെക്കാൻ കഴിയൂല. ഖബറിലൂടെ ചോദ്യം വരൂലേ, അല്ലാഹനെ പറ്റി ചോദ്യം വരാനുണ്ട്, റസൂലുള്ളാഹിനെ പറ്റി ചോദ്യം വരാനുണ്ട്, ഇൽമുമായി ഖുർആനുമായി ബന്ധപ്പെട്ട ചോദ്യം വരാനുണ്ട്, ദീനുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ വരാനുണ്ട്. ഉത്തരം പറയാൻ കഴിഞ്ഞാൽ അൽഹംദുലില്ലാഹ് സ്വർഗത്തിന്റെ കമാനങ്ങൾ തുറക്കപ്പെടുകയാ. സ്വർഗത്തിന്റെ വസ്ത്രമുണ്ട്, വിരിപ്പുണ്ട്, സ്വർഗത്തിന്റെ കവാടങ്ങൾ തുറന്നുകൊണ്ട് അല്ലാഹുവിന്റെ മലക്കുകൾ പറയും, ഹാദാ മഖഅദിക ലക ഹത്താ യബ്അസകല്ലാഹ്. അല്ലാഹു നിനക്ക് പുനർജന്മം നൽകുന്നത് വരെയുമുള്ള ഇരിപ്പിടമാണ്. ഈ മനുഷ്യൻ അല്ലാഹുവോട് പറയുന്നുണ്ട്, റബ്ബി അജ്ലിൽ ഖിയാമ, ഖിയാമത്ത് നാളൊന്ന് വേഗം തരണേ അല്ലാ. ഉത്തരങ്ങൾ പറയാനുള്ള വഴികൾ കാണണേ. തൗഹീദുള്ളവനെ, അല്ലാഹുവോട് മാത്രം അവൻ ദുആ ചെയ്ത ആളുകൾക്കാണ്, അല്ലാഹനെ കൊണ്ട് മാത്രം സത്യം ചെയ്ത ആളുകൾക്കാണ്, അല്ലാഹുവോട് നേർച്ച വഴിപാടുകൾ അർപ്പിച്ച ആളുകൾക്ക് മാത്രമാണ് എന്റെ റബ്ബ് അല്ലാഹുവാണെന്ന മറുപടി പറയാൻ കഴിയുകയുള്ളൂ. അല്ലാഹുവിന്റെ മതത്തിനെ ജീവിതത്തിലൂടെ പകർത്തിക്കൊണ്ടുവന്നവർക്കാണ് ദീനിയൽ ഇസ്ലാം, എന്റെ ദീനി ഇസ്ലാമാണെന്ന മറുപടി പറയാൻ കഴിയുകയുള്ളൂ. പ്രിയമുള്ളവരെ, അല്ലാഹുവിന്റെ ഖുർആൻ വായിച്ചവർക്കാണ്, അത് ജീവിതങ്ങളിലൂടെ പകർത്തിയവർക്കാണ്. ഖറഅതു കിതാബല്ലാഹ് ഫആമൻതു ബിഹി വതസദ്ദഖതു. അല്ലാഹുവേ, നിന്റെ ഗ്രന്ഥം ഞാൻ വായിച്ചിട്ടുണ്ടല്ലോ, അതിനെ ഞാൻ വിശ്വസിച്ചിട്ടുണ്ടല്ലോ, അതിനെ ഞാൻ സത്യപ്പെടുത്തിയിട്ടുണ്ടല്ലോ. അല്ലാഹുവിന്റെ മുത്തുനബിയുടെ സുന്നത്തുകള് ജീവിതത്തിലൂടെ കൊണ്ടുവന്നവർക്കാണ് ഇതെന്റെ നബിയാ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് പറയാൻ പറ്റോ? പ്രിയമുള്ളവരെ, ജീവിതത്തിൽ ഉത്തരങ്ങൾ നേടാനാണ് ഈ വെളുത്തൂരിന്റെ മണ്ണിലുള്ള സലഫി മസ്ജിദിലോട് അല്ലാഹുവിന്റെ വഹദാനിയത്ത് പറയുന്ന മിമ്പറുണ്ട്. പ്രിയമുള്ളവരെ, ഇസ്ലാമിന്റെ ശരീഅത്തുകളെ പറഞ്ഞു കൊടുക്കുക, ദീന് പഠിപ്പിച്ചു കൊടുക്കുക. മുത്ത് നബിയുടെ മാതൃകയിലൂടെ ഒരു ജമാഅത്ത് നടക്കുന്ന മിഹ്റാബ് ഉണ്ടെങ്കിൽ എന്റെ പ്രിയമുള്ളവരെ, വിശുദ്ധ ഖുർആനിന്റെ പഠനങ്ങളെ ആഴ്ചകളിൽ നിങ്ങളുടെ കാതുകളെ മുഖരിതമാക്കാ, ജീവിതത്തിലൂടെ തസ്കിയത്ത് നടത്താ. ഖുർആനിന്റെ പഠനങ്ങൾ നിങ്ങളുടെ മുമ്പിലൂടെ തുറന്നു കിട്ടുമ്പോ ഇതൊന്നും ഉൾക്കൊള്ളാതെ തിരിച്ചുകള നടക്കുന്ന ആളുകളുണ്ടെങ്കിൽ അവസരം ചോദിക്കും അല്ലാഹുവോട്. ഈ അവസരം തന്നതും കാരുണ്യവാനായ റബ്ബാ. പ്രിയമുള്ളവരെ, ഖബറിലെ ചോദ്യങ്ങൾക്ക് ഉത്തരം പറയാൻ കഴിയാതെ അറിയോല എന്ന് വിലപിച്ചു പോകുന്ന ആളുകളോട് ഇരുമ്പിന്റെ ചുറ്റിക പോലുള്ള ആയുധം കൊണ്ട് അവരുടെ രണ്ട് കാതുകൾക്കും മധ്യത്തിലൂടെ അടിക്കുമ്പോ അവർ ഭൂമിയിലേക്ക് ആണ്ടുപോകുന്നു
എന്ന് മാത്രമല്ല, പൊന്തി വരുമ്പോ വീണ്ടും അവർക്ക് പ്രഹരമാ. ആയുധത്തിന്റെ കനമറിയുമോ നിങ്ങൾക്ക്? അതുകൊണ്ടൊരു പർവ്വതത്തിന്റെ ശിഖരത്തിലാണ് അടിക്കുന്നത് എങ്കിൽ ആ പർവ്വതം പോലും പരിപൂർണമായി മണ്ണായി പോകുമാറ് കനമുള്ള ആയുധമാ. ആകാശലോകത്ത് നിന്ന് വിളിച്ചു പറയുന്ന മലക്ക് പറയാണ്, അൽബിസൂഹു ബിന്നാർ അഫ്രിഷൂഹു ബിന്നാർ. നരകത്തിന്റെ വസ്ത്രം കൊടുത്തോ, നരകത്തിന്റെ വിരിപ്പിനെ കൊടുത്തോ. വഫ്തഹു ലഹു ബാബൻ ഇലന്നാർ. നരകത്തിന്റെ കമാനം അവന്റെ ഖബറിലേക്ക് തുറന്നിട്ട് കൊടുത്തോ. ഭയാനകരമായ ശിക്ഷകൾ ഇങ്ങനെ കാണിച്ചു കൊടുക്കുകയാണ്. കരഞ്ഞിട്ട് പറയുന്നുണ്ടല്ലോ, റബ്ബി ലാ തുഖ്മിസാ. ഖിയാമത്ത് നാളെ വരല്ല അല്ലാ, വരല്ല അല്ലാ, സംഭവിക്കല്ല അല്ലാ എന്ന് റബ്ബിനോട് കെഞ്ചി പറയുന്ന നിമിഷങ്ങളാണെങ്കിൽ ഈ സമയം അല്ലാഹ് തന്നതാണ്, ഈ സൗഭാഗ്യം അല്ലാഹ് തന്നതാണ്. ഒരു പശ്ചാത്തപിക്കുന്ന മനസ്സോടെ, അവസരങ്ങൾ ഉപയോഗപ്പെടുത്തുമെന്ന ചിന്തയോടെ ഈ സദസ്സിനോട് നമുക്ക് വിട പറയാം. പ്രിയമുള്ളവരെ, ഏതെങ്കിലും രീതിയിൽ വിശ്വാസത്തിൽ പുഴുക്കുത്തുകൾ വന്നിട്ടുണ്ടെങ്കിൽ ഖബർ പരാജയമാണ്. പരലോകത്തിലേക്ക് കടന്നു വരുമ്പോ നമ്മളുടെ ഒരു തെറ്റ് പോലും അല്ലാഹ് പുറത്തു തരാത്തത് ആർക്കാന്നറിയോ? ഇന്നല്ലാഹ ലാ യഗ്ഫിറു അയ്യുശ്റക ബി. അവനിൽ ശിർക്ക് ചെയ്തവരുണ്ടോ അവർക്ക് അല്ലാഹ് ഒരു പാപങ്ങളും പുറത്തു തരൂല. പരലോകത്തെ പരാജയപ്പെടേണ്ടി വരും. മാത്രമല്ല, നമ്മൾ ചെയ്ത സൽക്കർമ്മങ്ങൾ പോലും ഉപയോഗപ്പെടാതെ ഒരുപക്ഷെ സാമൂഹ്യക്ഷേമ പ്രവർത്തനങ്ങളിൽ, നാട്ടുകാർക്ക് ചെയ്തു കൊടുത്ത നന്മകളിൽ, നാം നോറ്റ നോമ്പും നമസ്കാരം ഇങ്ങനെ പലതും ഉണ്ടായിരിക്കാം. പക്ഷെ വിശുദ്ധ ഖുർആനിലെ 39-ാം അധ്യായത്തിന്റെ 65-ാമത്തെ ആയത്തിൽ അല്ലാഹ് തീർത്ത് പറഞ്ഞ റസൂലേ, നബിമാരോട് പോലും, മുഹമ്മദ് നബിയായ താങ്കളോട് പോലും പറയുന്നത്, ശിർക്ക് ചെയ്തോ അമല് തകരുന്ന. റസൂലുള്ള ശിർക്ക് ചെയ്തിട്ടില്ല, പക്ഷേ അതിന്റെ ഗൗരവം സമൂഹത്തോട് പഠിപ്പിക്കാനാണ്. ഒരു കാലത്തും മോചനമില്ലാതെ ശാശ്വതമായി നരകത്തിലൂടെ കഴിയേണ്ടി വരുന്നവർ പരലോകത്താരാണെന്നറിയോ? 5-ാം അധ്യായത്തിന്റെ 72-ാമത്തെ ആയത്തിൽ അല്ലാഹ് പറഞ്ഞു, ഇന്നഹു മയ്യുശ്രിക ബില്ലാഹ് ഫഖദ് ഹറമല്ലാഹു അലൈഹിൽ ജന്ന. ആരല്ലാഹുവിലൂടെ പങ്കു ചേർത്ത് പോയോ അവർക്ക് അല്ലാഹു സ്വർഗ്ഗം എന്നുള്ളത് ഹറാമാക്കിയിട്ടുണ്ട് എന്നാണ്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, പരലോകത്തിന് ഭയപ്പെടുന്നത് ഈമാന്റെ ലക്ഷണമാണ്. അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ സ്വർഗമുണ്ട്, കൊട്ടാരമുണ്ട്. ആദ്യമായി സ്വർഗത്തിലേക്ക് കടന്നു വരുന്ന പ്രവാചകനാണ്. അള്ളാഹു കൊട്ടാരം പണിത് കാത്തിരിക്കുകയാണ്. നിങ്ങൾക്കറിയോ, റിയാദുസ് സാലിഹീനിലെ 1549-ാമത്തെ നമ്പർ ഹദീസിലെ ഈ സൗഭാഗ്യങ്ങളൊക്കെ വിളംബരം ചെയ്യുമ്പോൾ അബ്ദുല്ലാഹ് ബിൻ മസ്ഊദ് റളിയല്ലാഹു അൻഹുവിനോട് എനിക്കൊന്ന് ഖുർആൻ ഓതി തരുമെന്ന് പറഞ്ഞ് സൂറത്തുൻ നിസായിലെ 41-ാമത്തെ ആയത്ത് കേട്ടപ്പോൾ, അള്ളാഹുവിന്റെ മുമ്പിൽ റസൂലിനെ സാക്ഷിയായി കൊണ്ടുവന്നാൽ എന്തായിരിക്കും അവസ്ഥ എന്ന ഖുർആനിന്റെ ആയത്ത് കേട്ടപ്പോൾ പൊട്ടിത്തകർന്ന പ്രവാചകന്റെ കണ്ണിങ്ങനെ നിറഞ്ഞൊലിച്ചിട്ട് പ്രവാചകൻ പറഞ്ഞു, നിർത്തണേ അബ്ദുള്ള, നിർത്തണേ അബ്ദുള്ള. നാളെ സ്വർഗത്തിന്റെ 8 കവാടങ്ങളിലൂടെ വിളിക്കപ്പെടുന്ന അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു വേദനയോടെ പറഞ്ഞിട്ടുണ്ട്, മരച്ചില്ലകളിൽ പാറിക്കളിക്കുന്ന പക്ഷികളെ കണ്ടപ്പോ ഞാനൊരു പക്ഷിയായിരുന്നെങ്കിൽ എനിക്ക് അല്ലാഹുവിന്റെ വിചാരണ നേരിടേണ്ടി വരില്ലല്ലോ. നമ്മൾ ആലോചിച്ചു, അവർക്കൊക്കെ സ്വർഗോറപ്പാണ്, നമുക്കൊരു ധൈര്യമില്ല. എന്നിട്ട് പോലും ആ പരലോകത്തിന്റെ ചിന്ത, ബോധ്യം നമ്മളിലൂടെ കടന്നു വരണില്ലെങ്കിൽ നമുക്ക് മദീനയുടെ മിമ്പറിൽ ലോകത്തിന്റെ പ്രവാചകൻ പറഞ്ഞു, മനോഹരമായ അരുവിയുടെ ഓരത്ത് സുന്ദരമായ വെള്ളക്കൊട്ടാരം എനിക്ക് കാണിക്കപ്പെട്ടു. ചോദിച്ചപ്പോൾ പറഞ്ഞു, എന്റെ ഉമറിനുള്ളതാണ്. ഉമറിന് ഇഷ്ടമായില്ലെങ്കിലും എന്ന് കരുതി ഞാൻ അവിടെ കയറിയില്ല. ഇത് പറയുമ്പോൾ 1-ാമത്തെ സഫിൽ ഉമർ റളിയല്ലാഹു അൻഹു ഉണ്ട്. കൈകൾ ഉയർത്തി ചോദിച്ചു, ആറു അലൈക യാ റസൂലുള്ളാഹ്, അങ്ങയോട് ഞാൻ ദേഷ്യപ്പെടാനോ റസൂലേ? പ്രിയമുള്ളവരെ, ആ ഉമർ റളിയല്ലാഹു അൻഹു സ്വർഗ്ഗം ഉറപ്പാണ്. മരിക്കണ നേരത്ത് പോലും പറഞ്ഞില്ലേ, കുത്തുകൊണ്ടിങ്ങനെ രക്തം വാർന്ന് കിടക്കുമ്പോ നോക്കി, ആകാശഭൂമി നിറയെ സ്വർണവും വെള്ളിയും കിട്ടിയാലും പരലോകത്തെ രക്ഷപ്പെടാൻ ഞാനത് ചെലവഴിക്കുമായിരുന്നു എന്ന് പറഞ്ഞ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു മകനായ അബ്ദുല്ലാഹ് ഇബ്നു ഉമറിനോട്, വാപ്പ എവിടെയാ കിടക്കുന്നത്? എന്നെ മടിത്തട്ടിലാണ്. വാപ്പാന്റെ മുഖമെടുത്ത് മണലിലേക്കൊന്ന് കിടച്ചുമോ? ഈ രക്തം വാർന്ന ഉമറിന്റെ അവസാന നിമിഷത്തിലെ കിടത്തം കണ്ടിട്ട് എന്റെ റബ്ബിന് എന്നോട് കരുണ തോന്നിയാലോ, സക്കറാത്തിന്റെ വേദനയിൽ അല്ലാഹ് ഇളവ് തന്നാലോ, പരലോകത്ത് റബ്ബെനിക്ക് റഹ്മത്ത് തന്നാലോ? ആ ഭയം അവരുടെ മനസ്സിലുണ്ട്. മലക്കുകൾ പോലും ലജ്ജിച്ച മഹാൻ, നാളെ സ്വർഗത്തിന്റെ ആളുകളിൽ മുത്തുനബി എണ്ണിയ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു സ്വഹീഹ് ബുഖാരിയിൽ കാണാം, ഇദാ വഖഫ അലാ ഖബരിൻ ബക, ഖബറിന്റെ ചാർ നിൽക്കുമ്പോൾ വല്ലാതെ കരയാൻ.
കാരണം ഇവിടെ രക്ഷപ്പെട്ടില്ലെങ്കിൽ ഞാൻ രക്ഷപ്പെടില്ല എന്ന പേടിയാണ്. പ്രിയമുള്ളവരെ, പഠിക്കാൻ, ചിന്തിക്കാൻ, ജീവിതത്തിലൂടെ പകർത്താൻ, അള്ളാന്റെ ആഖിറത്തിന് വേണ്ടി ജീവിതത്തെ മാറ്റിവെക്കാൻ ഓരോ പ്രവർത്തനങ്ങളും ഉദ്ധാരങ്ങളും നമ്മൾ കൃത്യമായ മാതൃകയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ അവസരങ്ങളുണ്ട്. സൽക്കർമ്മങ്ങൾ ധാരാളം വാങ്ങാൻ അള്ളാന്റെ ഒരു ഭവനം നമ്മളുടെ മുമ്പിലുണ്ട്. ഉപയോഗപ്പെടുത്തുക. അല്ലാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹിക്കുമാറാവട്ടെ. അവന്റെ ജന്നാത്തുൽ ഫിർദൗസിലും അള്ളാഹു നാം ഏവരെയും ഒരുമിച്ച് ചേർക്കുമാറാവട്ടെ. അള്ളാഹുവേ, കത്തിയാടുന്ന നരകത്തിന്റെ വരകളാക്കി മാറ്റില്ലേ അള്ളാഹ്. പലവിധ പ്രയാസങ്ങളിലൂടെ കടന്നു പോകുന്ന ആളുകളുണ്ട്. രോഗമായി, ജീവിതത്തിന്റെ സന്നിഗ്ധ പ്രയാസങ്ങളായി. എല്ലാം അറിയുന്ന കാരുണ്യവാനായ റബ്ബേ, ഖൈർ നൽകി അനുഗ്രഹിക്കണേ അല്ലാഹ്. ലോകത്തിന്റെ നാനാദിക്കളിൽ പ്രയാസപ്പെടുന്ന വിശ്വാസികൾക്ക് കരുണ ചെയ്യണേ അല്ലാഹ്. അല്ലാഹുമ്മ റബ്ബന ആതിന ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിന അദാബന്നാർ. റബ്ബന തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻത തവ്വാബുർ റഹീം വഅഫിർ ലനാ യാ ഗാഫിറൽ മുദ്നിബീൻ വസല്ലല്ലാഹു അലാ നബിയിന മുഹമ്മദ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.